ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കനൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു ബ്രോസ്റ്റഡ് കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹോട്ട് ആൻഡ് സ്പൈസി ഗോബിയാണ് റെഡിയാക്കുന്നത്. ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് മറക്കരുത് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 400 ഗ്രാം കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് പീസായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടാണ് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം. ആദ്യം ഇതിലേക്കുള്ള മസാല ആക്കിയെടുക്കാനായിട്ടൊരു അരക്കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. പുളി കൂടുതലാണെങ്കിൽ കുറച്ച് കുറയ്ക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ളൊരു 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുത്തതാണ്. അത് ഇട്ട് കൊടുക്കാം. ആദ്യം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ആ സമയത്ത് ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുട്ട പറ്റാത്തവർക്ക് ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി വരുന്ന സമയത്ത് പുളിയൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ തൈരോട് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരായാലും മതി, കുഴപ്പമില്ല. ഞാനിപ്പോൾ എന്തായാലും 2 ടേബിൾ സ്പൂൺ തൈരോട് ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ഒരു കോളിഫ്ലവർ ഒന്ന് കവർ ചെയ്യാനുള്ള ഒരു ബാറ്ററും കൂടെ ഉണ്ടായാൽ മതി. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് റെഡിയാക്കി എടുക്കുക. ഈ ഒരു രീതിയിൽ. എന്നിട്ട് ഇനി ഇതൊരു കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ആക്കി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ട് വരട്ടെ. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ചെറിയൊരു കോട്ടിങ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 1.5 കപ്പിൻ്റെ അടുത്ത് മൈദ എടുക്കുന്നുണ്ട്. നമ്മൾ കോളിഫ്ലവർ എടുക്കുന്നതിനനുസരിച്ച് എടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ പാകത്തിന് ഈ ഒരു പൊടിയിലേക്ക് മാത്രമുള്ള ഉപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതിന് പകരം റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിട്ടുള്ള ബ്രോസ്റ്റഡിൻ്റെ പൊടി ഉണ്ടല്ലോ, അതുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു 1/2 കപ്പ് ടു 3/4 കപ്പ് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇപ്പോൾ ഈ ഒരു കോളിഫ്ലവറൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമ്മളിത് പുറത്തേക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഒരു കോളിഫ്ലവർ അങ്ങ് മാറ്റി വെക്കുക. മസാല അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ബാക്കി ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് ആദ്യം ഒരു പീസ് എടുത്തിട്ട് ഈ മിക്സാക്കി വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ടിലൊന്ന് പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഈ ഒരു മാവിൽ മുക്കിയെടുത്തതിന് ശേഷം ഒന്നുകൂടെ മൈദ മാവിൽ മുക്കിയെടുക്കുക. അപ്പോൾ ഒരു 2 പ്രാവശ്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു കട്ടിയുള്ളൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ബ്രോസ്റ്റഡിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ അത് മുഴുവനും ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ളത് ഒന്ന് റെഡിയാക്കി എടുക്കുക. അത് ഫ്രൈ ആകുമ്പോഴത്തേക്ക് അടുത്ത് റെഡിയാക്കിയാൽ മതി. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് അത്യാവശ്യം ചൂടുണ്ടായിക്കോട്ടെ. അപ്പോഴാണ് ആ ഒരു കോട്ടിങ് നല്ല കറക്റ്റ് നല്ലൊരു ഭംഗിയിൽ കിട്ടുക. അല്ലെങ്കിൽ കൂടുതൽ എണ്ണ കുടിക്കുന്ന പോലെ ആയി പോകും. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ശരിക്കും അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം ചിക്കൻ്റെ ബ്രോസ്റ്റിൻ്റെ ഒക്കെ ആ ഒരു പുറത്തുള്ള ലുക്ക് കിട്ടും കേട്ടോ. ഉള്ളിൽ കോളിഫ്ലവർ ആയിരിക്കും, എന്നാലും ആ ഒരു മൊത്തത്തിലുള്ള ബ്രോസ്റ്റഡിൻ്റെ റെഡിമെയ്ഡ് പൗഡറും കൂടി ആണെങ്കിൽ കുറച്ചുകൂടെ സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും. 2 ഭാഗവും അത്യാവശ്യം നല്ലോണം തന്നെ ഫ്രൈ ആയിക്കോട്ടെ. കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണം, അപ്പോഴേക്കും ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലിങ്ങനെ കുറച്ചിങ്ങനെ പത പോലെ വരുന്ന നമ്മൾ മുട്ട ആ ഒരു ബാറ്ററിൽ ചേർത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഈ രീതിയിൽ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു ഗോബി ബ്രോസ്റ്റഡ് ഇതുപോലെ തന്നെ നമുക്ക് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഹോട്ട് ആൻഡ് സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സോസ് മിക്സ് റെഡിയാക്കണം. ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. റെഡ് ചില്ലി സോസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടിയിട്ട്, കൂടുതൽ വേണ്ടി വരില്ല. പിന്നെ ഒരു 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് വേണ്ടി വരില്ല, കാരണം നമ്മൾ സോസിൽ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു പൊടി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നല്ലോണം മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹോട്ട് ആൻഡ് സ്പൈസി ആയതുകൊണ്ട് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മുളക് പൊടിയുടെ അളവൊക്കെ കൂടെ അത് ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ.
ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചൂടോടെയുള്ള ഗോബി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞ് മിക്സ് ആക്കി എടുക്കുക. അപ്പം ഈ ഒരു സോസ് ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഗോബിയുടെ മേലേക്ക് ഇങ്ങനെ പിടിച്ച് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും ചൂടോടുകൂടെ കഴിക്കാൻ കേട്ടോ. തണുത്ത അത്രയ്ക്ക് പോരാ. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ പരിപാടി. സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രോസ്റ്ററിൻ്റെ കൂടെ കഴിക്കുന്ന പോലെ തന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് അതുപോലെ തന്നെ നമ്മുടെ ഗാർലിക് സോസൊക്കെ ഉണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു കോളിഫ്ലവർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റെസിപ്പിയും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ ചെയ്തു നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്